ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് അന്തർശയജ്ഞത്തിന്റെ 409 ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീമതി സംഗീത SV ആണ്. നമുക്ക് വേണ്ടി വായിക്കാനും പറയാനും ഒക്കെ പോകുന്നത് ശ്രീമതി ജ്യോത്സ്ന തലശ്ശേരിയിൽ നിന്നാണ്. അനൗൺസ് ചെയ്യുന്നത് ലക്ഷ്മണൻ മാഷാണ്. മാഷെ, സായിരാം, തുടങ്ങിക്കോളൂ. സായിരാം. ഓം ശ്രീ സായിരാം. ഭഗവാന്റെ തൃപാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശോചയജ്ഞത്തിന്റെ 409 എപ്പിസോഡിലേക്ക് സുസ്വാഗതം. ജ്യോത്സ്ന ടീച്ചർ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി സമിതിയിലെ അംഗമാണ്. അവരെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും പ്രശാന്തിയിലെ സേവയാണ് ഓർമ്മ വരുന്നത്. അവർക്ക് ഏറ്റവും ഒടുവിലുള്ള ഈ ലാസ്റ്റ് സേവക്ക് മാത്രം അവർ വരാതിരുന്നത്. അതുവരെ എല്ലാ സേവക്കും അവർ വന്നിരുന്നു. സ്റ്റേറ്റിൻ്റെ സർവീസിൻ്റെ ഇൻചാർജാണ്. മറ്റു കാര്യത്തിൽ ജോയിൻ്റ് ഇൻചാർജായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇനി ജോസഫ് ടീച്ചർ 3 ഓങ്കാരം 3 സായി ഗായത്രി ജപിച്ചിട്ട് ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് പാരായണം തുടങ്ങുക. പാരായണം ഒരു 5-8 മിനിറ്റ് ആക്കിയാൽ മതി. എന്നാൽ കുറച്ചും കൂടി സമയം അനുഭവങ്ങൾ പങ്കുവെക്കാനാവും. അതിനുശേഷം ഒരു വീഡിയോ പ്രസൻറ്റേഷൻ ഉണ്ടാവും. അതിനുശേഷം ഭജന തുടങ്ങുക. അത്രയുമാണ് കാര്യങ്ങൾ. ഞാൻ ജോസ്ന ടീച്ചറെ ആദരപൂർവ്വം പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. സായിരാം. ഓം ശ്രീ സായിരാം. ലക്ഷ്മൺ മാഷ്, രാജൻ മാഷ്, എൻ്റെ ഗുരുബോധന്മാരായിട്ടുള്ള ബാക്കി ഈ വീഡിയോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ പാദങ്ങളിലും നമസ്കരിച്ചുകൊണ്ട് ഞാൻ 3 ഓങ്കാരം ചെയ്യട്ടെ. ഓ സർവേശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്ന സർവ പ്രചോദയാത്. ഓം സായേശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്ന സർവ പ്രചോദയാത്. ഓം സായേശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്ന സർവ പ്രചോദയാത്. സായിരാം. ജ്യോത്സ്ന ലൈറ്റ് പുറകിലാണ്, അതാണ് മുഖത്ത് നിഴല് വീഴുന്നത്. ലൈറ്റ് ഇടതുവശത്ത് വരണ മാതിരി ഇരിക്കും. മുഖത്ത് ലൈറ്റ് വീഴുന്നില്ല, ഒട്ടുമില്ല. മുന്നോട്ട് നീങ്ങിയിരിക്കണേ. കാണാനില്ല ആളെ. ലൈറ്റ് ഓഫ്, ഫ്രണ്ടിലുള്ള ലൈറ്റ് ഓഫ് ചെയ്തതാണ്. ഓക്കെ, പറഞ്ഞോളൂ. അല്ല, വായിക്കല്ല വേണ്ട ചേച്ചി, വായിക്കല്ല വേണ്ട. വായിച്ചോളൂ. കുറച്ചു നേരം വായിച്ചാൽ മതി, എന്നിട്ട് ബാക്കി അനുഭവങ്ങൾ പറയും. ഈശ്വരനാകട്ടെ നിന്റെ ഗുരു. മനുഷ്യജന്മത്തിന്റെ പരമോദ്ദേശം തന്റെ നിജസ്വഭാവം താൻ ആത്മസ്വരൂപനാണെന്ന ബോധം സാക്ഷാത്കരിക്കുകയാണ്. ആത്മസാക്ഷാത്കാരം മാത്രമാണ് അനശ്വരതയിലേക്കുള്ള മാർഗം.
ഇഹവും പരവും തമ്മിൽ ബന്ധിച്ചിരിക്കുന്ന പാലമാണ് മാനവ ജീവിതം. പ്രണവം, അതായത് ഓം, ആണ് ആത്മാവുമായി സംസാരിക്കാനുള്ള മാധ്യമം. നിർമ്മലനായ ആത്മാവിനെ ഉൾക്കൊള്ളുന്നവനായിട്ടും മാംസാസ്ഥി നിർമ്മിതമായ ശരീരമാകുന്ന ഉടുപ്പണിഞ്ഞിരിക്കുന്ന മനുഷ്യൻ കരുതുന്നത് തന്റെ സുഖവും സന്തോഷവും ഈ ഭൗതിക ലോകത്തിലാണെന്നാണ്. ഈ ധാരണ മിഥ്യയാണ്, മായയാണ്. ആനന്ദാനുഭൂതി അന്വേഷിക്കുന്ന മനുഷ്യന് രണ്ട് വിധ ജ്ഞാനപ്രാപ്തി ഉണ്ടാകും. ഒന്ന്, ലൗകിക ജ്ഞാനം, ഭൗതിക ലോകത്തിലെ അറിവുകളല്ല. ബോട്ടണി, കെമിസ്ട്രി, ഫിസിക്സ്, ഗണിതം ആദിയായ ശാസ്ത്രങ്ങളും സംഗീതം, നൃത്തം, സാഹിത്യം, ചിത്രരചന തുടങ്ങിയ കലകളും ഇതിൽപ്പെടും. ഭൗതിക ജ്ഞാനം ജീവിതവൃത്തി നേടാൻ മാത്രമേ ഉപകരിക്കൂ. ഇവയെല്ലാം സദാ പരിവർത്തന വിധേയവും നശ്വരവുമായ വസ്തുക്കളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിനെതിരായ അറിവാണ് ബ്രഹ്മജ്ഞാനം. പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി ലയം മൂന്നിനും കാരണം ബ്രഹ്മമാണ് എന്ന ജ്ഞാനമാണത്. ഉപനിഷത്തുകൾ ഇതിനെ അക്ഷയബ്രഹ്മം എന്ന് വർണ്ണിക്കുന്നു. ഈ പരമജ്ഞാനമാണ് മനുഷ്യന് ആവശ്യം. നിർത്തട്ടെ ചേച്ചി? നിർത്തിക്കോളൂ. അപ്പൊ അനുഭവം പറയാനാ ചേച്ചി? സായിരാം. അനുഭവങ്ങൾ പറഞ്ഞോളൂ. സായിരാം. അനുഭവം പറഞ്ഞു. എന്റെ എല്ലാമായ ഭഗവാന്റെ പാദപത്മങ്ങളിലും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരുടെ പാദങ്ങളിലും നമസ്കരിച്ചുകൊണ്ട് എൻ്റെ ഏതാനും അനുഭവങ്ങള് നിങ്ങളുമായിട്ട് പങ്കിടുകയാണ്. സായിരാം. ഞാൻ ഭഗവാനിലേക്ക് എത്തിച്ചേരുന്നത് 1986 അതിനു മുന്നേ ഭഗവാനെ കേട്ടിട്ടുണ്ട്. കുട്ടിയായപ്പോഴും മുതിർന്നപ്പോഴും ഒക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ആ സമയത്തൊന്നും എനിക്ക് ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ പറ്റിയില്ല. സ്വാമി വിളിച്ചില്ല, അല്ലെങ്കിൽ എനിക്ക് അതിന്റെ സമയമായിട്ടില്ല. അതുകൊണ്ടായിരിക്കും സ്വാമി വിളിക്കാതിരുന്നത്. പക്ഷെ 86 തന്നെ ഞാൻ എത്തിയത്. എൻ്റെ അച്ഛനാണ് എന്നോട് പറഞ്ഞത്. ഭഗവാനാണ് പുട്ടപർത്തിയിൽ അവതരിച്ചതാണ്. അച്ഛൻ പോവാറുണ്ട്. അച്ഛൻ ഭക്തനാണ്, സമിതിയുമായിട്ടൊക്കെ ബന്ധമുള്ള ഒരാളായിരുന്നു. അപ്പോൾ അച്ഛൻ എന്നോട് 85 പോകാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ പുട്ടപർത്തിയിലേക്ക് സമിതിയിൽ നിന്ന് പോകുക സാധാരണ ഓണത്തിന്റെ സമയത്താണ് ബസ് ഉണ്ടാകുക. അപ്പൊ അങ്ങനെ ബസ് അന്വേഷിച്ചപ്പോ ബസ്സിൽ സീറ്റില്ല. അപ്പൊ എനിക്ക് അത്ര വലിയ വിഷമമൊന്നും തോന്നിയില്ല. അച്ഛൻ പറഞ്ഞുകൊണ്ടൊന്ന് പോയി കളയാം, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആ 85 കഴിഞ്ഞു. 86 സെയിം കേസ്. ഓണത്തിന്റെ സമയമായപ്പോ അന്വേഷിച്ചപ്പോ ബസ്സില്ല, ബസ്സിൽ സീറ്റില്ല. പക്ഷെ 86 അന്വേഷിച്ചപ്പോൾ ബസ്സിൽ സീറ്റില്ല. പക്ഷെ എനിക്ക് പോകണം എന്ന് തന്നെ ഒരു വല്ലാത്ത ആഗ്രഹം തോന്നി. അപ്പോ ഞാൻ എൻ്റെ ഹസ്ബൻഡിന്റെ അടുത്ത്, മാഷോട് പറഞ്ഞു, മാഷ എന്തായാലും പോണം, പിന്നെ ട്രെയിനിന് പോവാന്ന്. മാഷെടുന്ന് കുറെ ചീത്ത കിട്ടി. എനിക്ക് ട്രെയിനിലൊന്നും പോകാൻ പറ്റൂല, അറിയാത്ത ഒരു സ്ഥലത്ത് എന്നൊക്കെ പറഞ്ഞു ചീത്ത പറഞ്ഞു. അപ്പൊ ഒരു സങ്കടം തോന്നി. കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും അച്ഛൻ വന്നിട്ട് പറഞ്ഞു, ഒരു മിനി ബസ് ഉണ്ട് ഏർപ്പാടാക്കിയിട്ട്, ആള് കൂടുതലുള്ളത് കൊണ്ട് അതിന് പോന്നോന്ന് ചോദിച്ചു. ഓക്കെ, പോവാന്ന് സന്തോഷത്തോടെ പറഞ്ഞു. അങ്ങനെ ഒരു മിനി ബസ്സിൽ ഞങ്ങളും വലിയ ബസ്സിൽ കുറെ ആൾക്കാരും കൂടെ പുട്ടപർത്തിയിലേക്ക് എത്തി. അങ്ങനെയാണ് 86 പുട്ടപർത്തിയിൽ എത്തുന്നത്. ഭഗവാനെ കാണണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ആ സമയത്ത് വന്നത്. അങ്ങനെ പുട്ടപർത്തിയിലേക്ക് എത്തിയിട്ട് മോൻ അന്ന് 2 വയസ്സാണ് പ്രായം. അപ്പോൾ പുട്ടപർത്തിയിൽ എത്തിയപ്പോൾ ശരിയായ ഒരു മിനി കേരള തന്നെ, എല്ലാം മലയാളികൾ, വളരെ തോന്നി. അപ്പോ അവിടെ സന്ധ്യക്കാണ് നമ്മൾ എത്തുന്നത്. ഏതാണ്ട് ഇരുട്ടിയിരുന്നു. റൂമിന് ചോദിച്ചപ്പോ റൂം ഇല്ല, എല്ലാം ഫുള്ളാണ്. കുട്ടീനെ കാണിച്ചാൽ റൂം കിട്ടും എന്ന് പറയും. അങ്ങനെ കുട്ടിയുള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും റൂം കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ ഡോർമെട്രിയിലെത്തി. ഡോർമെട്രിയിൽ നിറയെ ആൾക്കാരാണ്. എനിക്കാണെങ്കിൽ ചെറിയ കുട്ടിയല്ല. അപ്പൊ ഇതിനെ എന്താ ചെയ്യാൻ, വല്ലാത്തൊരു വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ പക്ഷെ ആ ഡോർമെട്രിയിൽ നമ്മൾ താമസിച്ചു. പക്ഷെ എനിക്ക് മനസ്സിന് തീരെ സന്തോഷം, ഒരു സംതൃപ്തി കിട്ടിയില്ല. പക്ഷെ രാവിലെ ആയപ്പോ എല്ലാ പ്രഭാത കർമ്മങ്ങളൊക്കെ നിർവഹിച്ച് മോനെ മാഷടുത്തേക്ക് കൊടുത്തു. ഞാൻ ദർശനത്തിന് പോയി. ദർശനത്തിന് പോയപ്പോൾ എല്ലാവരും മലയാളികളാണ്.
പക്ഷെ എനക്കൊന്നും തോന്നിയില്ല. എന്നെ ശ്രവിക്കുന്നവര് ആരും എന്നെ തെറ്റിദ്ധരിക്കരുത്, എന്നോട് ദേഷ്യം തോന്നരുത്. ഇല്ല ഇല്ല, ഇതൊക്കെ എല്ലാവരുടെ അനുഭവങ്ങൾ തന്നെയാ. പറഞ്ഞോളൂ. അപ്പോ എനിക്കൊന്നും തോന്നിയില്ല. ഞാൻ ഭഗവാനെ കണ്ടു. ഭഗവാനാണെന്നുള്ള ബോധം എനിക്കന്നില്ല. ഓറഞ്ച് ഡ്രസ് ഇട്ടിട്ടുള്ള ഒരു രൂപം. അവിടെ അന്ന് നമ്മളെ കണ്ണ് പൊത്തിയിട്ടും പിന്നെ ചെവി പൊത്തിയിട്ടും വായി പൊത്തിയിട്ടുള്ള കുറെ കുരങ്ങന്മാരും ഉണ്ട്. അതിനെല്ലാം നോക്കിയിരുന്നു. ഭഗവാൻ വന്നു ഭജന പാടുകയാണ്. ഭജന ഞാൻ കേൾക്കുന്ന ഭജന സുന്ദരമുഖ ശ്രീ ഗജാനന, ആ ഭജനയാണ് കേൾക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിക്കുക ഇതെന്തൊരു സൗന്ദര്യം അപ്പൊ ഇതിനുള്ള. ഭഗവാനെ നോക്കിയിട്ട് ഞാൻ വിചാരിക്കുക എനക്കൊരു സൗന്ദര്യം ഒന്നും തോന്നിയിട്ടില്ല, എനക്കൊരു ഭക്തിയോ ഒന്നും തോന്നുന്നില്ല. അപ്പൊ അങ്ങനെ അന്ന് കഴിഞ്ഞു. അല്ല, ആ ഫസ്റ്റ് ദർശൻ കഴിഞ്ഞു. ഫസ്റ്റ് ദർശനിൽ ഒരു ഫീലിങ്ങും തോന്നിയില്ല. കുറച്ചു നേരം കഴിഞ്ഞ് എല്ലാം തിരിച്ച് റൂമിലേക്ക് പോയി. റൂമിലേക്ക് പോയപ്പോ കുറച്ച് സമയം കഴിഞ്ഞ് മാഷ് പുറത്തു പോയി അന്വേഷിച്ചിട്ട് എന്നോട് വന്നിട്ട് പറഞ്ഞു, പുറത്തൊരു റൂം ശരിയായിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഓ സമാധാനം വിചാരിച്ചു. കുട്ടീനെ എടുത്ത് വേഗം അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് അവിടെ ചെന്നപ്പോ ഒരു സ്വസ്ഥത കിട്ടി. എല്ലാം വളരെ കംഫർട്ടബിൾ ആയിരുന്നു. ഗണേഷ് ഗേറ്റിന്റെ പുറത്ത്. അങ്ങനെ അന്ന് ഞാൻ കണ്ട ഭഗവാനെയല്ലേ ഞാൻ ഉച്ചക്ക് കാണുന്നത്. ഉച്ചക്ക് കാണുമ്പോൾ കുറച്ചും കൂടി ഭഗവാൻ ഭേദപ്പെട്ടിട്ടുണ്ട്. എന്താ ഭഗവാൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ മനസ്സാണ് നമ്മൾ മറ്റുള്ളവരിൽ കാണുന്നത്. അന്ന് ഞാൻ കംഫർട്ടബിൾ ആയിരുന്നില്ല, സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. അപ്പൊ എന്റെ മനസ്സിന്റെ ഫീലിംഗ് ആണ് ഞാൻ ഭഗവാനിൽ കാണുന്നത് എന്നുള്ള പിന്നീട് എനിക്ക് മനസ്സിലായി. അപ്പൊ അന്ന് മോശമൊന്നുമില്ല, കുറച്ചൊരു ചെറിയൊരു ഭക്തിയൊക്കെ തോന്നി. അപ്പൊ അവിടുന്ന് ഞാൻ അന്വേഷിച്ചപ്പോ അവിടുന്ന് മനസ്സിലായി എനിക്ക്. പിറ്റേ ദിവസം രാവിലെ ഓങ്കാരം, സുപ്രഭാതം, നഗര സങ്കീർത്തനം അങ്ങനെയൊക്കെയുള്ള ഒരു പരിപാടിയുണ്ട്. രാവിലെ 3 മണിക്ക് എത്തണം. കൂടെ മലയാളീസ് ആണല്ലോ എല്ലാം. അവരോട് അന്വേഷിച്ചപ്പോ മനസ്സിലായതാണ്. അപ്പൊ പിറ്റേ ദിവസം ഞാൻ അവിടുന്ന് ആ റൂമിൽ നിന്ന് നേരെ 2 മണിക്ക് തന്നെ എണീറ്റു. കുളിയൊക്കെ കഴിഞ്ഞു. പിന്നെ എനിക്ക് നഗരസങ്കീർത്തനം, ഓങ്കാരത്തിനൊക്കെ പോണം തന്നെയുള്ളൊരു ഭയങ്കരമായ ഒരു ആഗ്രഹം. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സെല്ലാം മാറി. അപ്പൊ നോക്കുമ്പോണ്ട് എന്റെ കാല് ശരിക്കും കുറച്ച് കിട്ടുന്നില്ല. കംപ്ലീറ്റ് തെരിക്കുകയാണ് എന്റെ കാല്, നിലത്ത് നിൽക്കുന്നില്ല. കാലൊക്കെ നമുക്ക് ഷോക്ക് അടിച്ചാലുണ്ടാവുമല്ലോ, പെട്ടെന്ന് കരണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് പാസ് ചെയ്യുമ്പോൾ നമ്മൾ ഉടനെ വലിക്കുമല്ലോ. പക്ഷെ ഇത് വലിക്കാനൊന്നും പറ്റുന്നില്ല. എന്റെ കാലിന്റെ മുകളിൽ നിന്നൊക്കെ ആകെ എനിക്ക് തരിക്കുന്നു, ഒരുമാതിരി കരണ്ട് പാസ് ചെയ്യുന്ന പോലെ. അപ്പൊ ഞാൻ മെല്ലെ നടക്കുന്ന സമയത്തൊക്കെ എന്റെ ഹോൾ ബോഡിയിലാണ് ഈ തെരിപ്പ് വരുന്നത്. അപ്പൊ ആകെ എനക്ക് ഒരു വറ വരുന്നത് പോലെയുണ്ട്. ഞാൻ മെല്ലെ നടന്ന് ഓങ്കാര റൂമിന്റെ ബാക്കിലേക്ക് എത്തി. അപ്പൊ ചെറുങ്ങനെ മഴ പാറുന്നുണ്ട്, വളരെ കുറച്ചായിട്ട്. അപ്പൊ എനിക്ക് തോന്നി എനിക്ക് പനിയുണ്ടാവും. അപ്പൊ ആ മഴച്ചാറിലും കൊണ്ടായിരിക്കും എനിക്ക് ഇങ്ങനെ വിറയും വരുന്നുണ്ട്, ഭയങ്കര ഷോക്ക്. മറ്റേ ഹോൾ ബോഡിയിൽ കറണ്ട് പാസ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നു. അപ്പൊ ഞാൻ എന്തായാലും എനിക്ക് ഉള്ളിൽ കയറണം എന്ന് തന്നെയുള്ള ആഗ്രഹം. ഞാൻ തലയില് സാരിന്റെ തുമ്പൊക്കെ ഇട്ട് അവിടെ ഇരുന്നു. അവിടെ ഇരുന്ന് കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞപ്പോ മന്ദിരത്തിന്റെ കോലായിലേക്ക് ഇരുത്തിയിട്ടും എനിക്ക് ഈ കറണ്ട് പാസ് ചെയ്യുന്നത് മാറുന്നില്ല. അത് കഴിഞ്ഞ് മന്ദിരത്തിന്റെ ഉള്ളിലിരുത്തി. ഓങ്കാരം ഞാൻ അപ്പോഴാണ് കേൾക്കുന്നത്, എനിക്കറിയില്ല ഓങ്കാരത്തിനെ കുറിച്ചിട്ടൊന്നും. അപ്പൊ അതൊക്കെ ഞാൻ കേട്ടിരുന്നു. അതിനുശേഷം സുപ്രഭാതം കേട്ടിരുന്നു. പക്ഷെ അപ്പൊ സമയത്തൊക്കെ എൻ്റെ ബോഡിയിൽ കംപ്ലീറ്റ് ഇങ്ങനെ കറണ്ട് ഇങ്ങനെ മതിക്കുകയാണ് എൻ്റെ ബോഡിയുടെ ഉള്ളിൽ നിന്ന്. അതൊക്കെ ഞാൻ പിന്നെ എല്ലാരും എഴുന്നേറ്റ് പോകുമ്പോ ഞാനും പുറത്തേക്ക് സ്റ്റെപ്പ് കയറി പുറത്തേക്ക് ഇറങ്ങിയപ്പോ കുറെ ആൾക്കാർ ലെഫ്റ്റിലോട്ട് ഓടുകയാണ്, കുറെ ആള് റൈറ്റിലോട്ട് ഓടുകയാണ്. അവിടുന്ന് ഞാൻ നോക്കി, എന്തെന്നാ ഞാൻ എങ്ങോട്ടോ ഓടണ്ട്. ഞാനൊരൊറ്റ ഓട്ടം വലതുവശത്തേക്ക്. എവിടെയാ പോകുന്നതെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഓടി. മുന്നിൽ കുറെ ആൾക്കാർ ഓടുന്നുണ്ട്. മുന്നിൽ പോകുന്നത് ദർശനത്തിന് പൂർണ്ണയന്ത്രം എടുത്തിരിക്കാനാണെന്ന് ഇന്ന് എനിക്കറിയാലോ. അപ്പൊ ഞാൻ അവരുടെ പിന്നാലെ ഓടി. ഏതാണ്ട് കുറച്ച് ദൂരം ഓടിയപ്പോ പിന്നെ ഞാൻ പൊട്ടിക്കരയായിരുന്നു.
എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട് ഞാൻ കരയാ. എന്തിനാ കരയുന്നെന്ന് എനിക്കറിയില്ല. ഞാൻ ഓടി സ്റ്റെപ്പ് കയറിയിട്ട് പൂർണ്ണയന്ത്രന്റെ ആ സൈഡിലാണല്ലോ ഇരിക്കുക. അവിടെയാണ് എല്ലാരും ഇരിക്കുന്നത് കണ്ട് ഞാനും ഒരു ലൈനിന്റെ ഏറ്റവും ബാക്കിലാണ് ഞാനുള്ളത്. ഏതോ ഒരു രണ്ടാമത്തെ വരിയുടെ ഏറ്റവും ബാക്കില്. അപ്പോഴൊക്കെ ഞാൻ പൊട്ടി പൊട്ടി കരിയാണ്. എനിക്ക് തേങ്ങിക്കരിയാണ്. ആരും കാണുന്നതിനൊന്നും എനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ എന്തിനാ കരയുന്നെന്ന് ചോദിച്ചാൽ എന്റെ മനസ്സ് തോന്നുന്നു എനിക്ക് ഭഗവാനെ അടുത്തുനിന്ന് കാണണം. ഇതാണ് എന്റെ മനസ്സിലുള്ള ചിന്ത. വേറെ ഒരു ചിന്തയില്ല. ഞാൻ അങ്ങനെ അവിടെ ഇരുന്ന് ഞാൻ ഇങ്ങനെ കരയുമ്പോ എന്റെ തൊട്ട് വലത് വശത്തുനിന്ന് ഒരു പ്രായമുള്ള സ്ത്രീ എന്നോട് ചോദിച്ചു, മോളെ നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്ന? എന്താ എനിക്ക് ഇത്രയധികം സങ്കടം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു സങ്കടവും ഇല്ല, എനിക്ക് ഭഗവാനെ അടുത്തുനിന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞ്, ആദ്യമാണോ വരുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ. അപ്പൊ അവര് പറഞ്ഞു എൻ്റെ അടുത്ത്, മുമ്പിൽ ഇങ്ങനെ ടോക്കൺ കൊണ്ടുവരും, ടോക്കണില് 1 നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഭഗവാനെ അടുത്തുനിന്ന് കാണാം, നീ പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാനൊന്നും എനിക്ക് പറ്റുന്നില്ല. ഞാൻ അങ്ങനെ ഇരുന്ന് കരഞ്ഞു. അപ്പൊ ടോക്കൺ കൊണ്ടുവന്നു ടോക്കൺ നമ്പർ 1 ടോക്കൺ. അപ്പൊ ഓറോട് പറഞ്ഞ്, മോളെ, അപ്പം ടോക്കൺ ഇട്ട് കഴിഞ്ഞാൽ സാധാരണ മേലെ പൊന്തിച്ച് കാണിക്കുമല്ലോ ആൾക്കാര്. അങ്ങനെയാണ് അവര് മനസ്സിലാക്കിയത്. അപ്പൊ അവര് പറഞ്ഞു, മോളെ, നമുക്ക് ടോക്കൺ നമ്പർ 1 ആണ്, ഇന്റെ കൂടെ തന്നെ ഞാൻ വരാം, ഞാൻ പറയുന്നിടത്ത് ഇനി ഇരുന്നാ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ടോക്കൺ, ഫസ്റ്റ് ടോക്കണിന്റെ ലാസ്റ്റിലാണ് ഓറുള്ളത്. ഓർ എന്റെ കൈയും പിടിച്ച് എന്റെ കൂടെ തന്നെ വന്ന് പിന്നെ മന്ദിരത്തില് ഫസ്റ്റ് ലൈനിൽ തന്നെ ഓർ എന്നെ ഒരു സ്ഥലത്തിരുത്തി. ഞാനും ഓർ എന്റെ നേരെ റൈറ്റ് സൈഡിലും ഇരുന്നു. അപ്പോഴൊക്കെ ഞാൻ കരയാണ് കേട്ടോ. എനിക്ക് അങ്ങനെ വിറക്കുകയും ചെയ്യുന്നുണ്ട്, നിറയെ അങ്ങനെ കറണ്ട് പാസ് ചെയ്യുകയും ചെയ്യുന്നു. കുറെ നേരം കഴിഞ്ഞപ്പോൾ കാണാം, നമ്മൾ ഇരുന്നത് ഭഗവാന്റെ ഇന്റർവ്യൂ റൂമെന്ന് നേർക്കുള്ള ഒരു പ്ലേസ് ആണ് കിട്ടിയത്. അതാണെന്നൊന്നും എനിക്ക് അന്നറിയില്ല. കുറെ സമയം കഴിഞ്ഞപ്പോ ഭഗവാൻ ഉള്ളിന്ന് വന്നു. ഭഗവാൻ ഉള്ളിന്ന് വന്നപ്പോ അന്ന് സ്വാമി എനിക്ക് തന്ന ദർശനം പിന്നെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കാണുന്നത് ഭഗവാനെ ഫുള്ള് ലൈറ്റില് ഇടത്ത് വശത്തുനിന്ന് തുടങ്ങിയിട്ട് വലത് വശം വരെ ഭഗവാന്റെ തലയിലൂടെ എത്രയോ വീതിയില് ഒരു വെള്ള വെളിച്ചം. ആ വെള്ള വെളിച്ചത്തിന്റെ നടുക്കാണ് സ്വാമി അങ്ങനെ കത്തിജ്വലിക്കുകയാണ്. പിങ്ക് കളറിലാണ് ഞാൻ സ്വാമിനെ കാണുന്നത്. സ്വാമി ചിരിച്ചോണ്ട് സ്ട്രെയിറ്റ് നടന്നിട്ട് എന്റെ നേർക്ക് വന്ന് അവിടെ നിന്നു. ഗൗൺ അങ്ങോട്ട് മാറ്റി പാദം എന്റെ നേർക്ക് നീട്ടിവെച്ചു. അപ്പൊ ഇവരെന്നോട് പറഞ്ഞു, മോളെ, നിന്റെ കൃഷ്ണൻ അതാ വന്നിട്ട് പാദ നമസ്കാരം എടുക്കുന്നത്. പാദ നമസ്കാരം എന്താന്ന് എനിക്കറിയില്ല. അപ്പൊ അവർ വീണ്ടും പറഞ്ഞു, മോളെ, പാദം തൊട്ട് നമസ്കരിക്കുന്നു. അപ്പൊ ഞാൻ ഭഗവാന്റെ പാദം തൊട്ട് നെറ്റിയിൽ വെച്ചു. സ്വർണ്ണ കളറിലാണ് ഞാൻ പാദം കണ്ടത്. വളരെ തൊടുമ്പോ വളരെ സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ മൃദുവായിട്ട് തണുക്കുന്നു. ഞാൻ വിചാരിച്ച എന്റെ കണ്ണില് വെള്ളമുള്ളതുണ്ടോന്ന് ഞാൻ ഈ വെളിച്ചം കാണുന്നത്. ഞാൻ സാരി കൊണ്ട് അതെല്ലാം തുടച്ചു നോക്കുമ്പോ ഒക്കെ ആ വെളിച്ചത്തിലാണ് ഭഗവാനെ എനിക്ക് ഫീൽ ചെയ്തത്. എത്രയോ കാലങ്ങളായിട്ട് ഒരമ്മയിൽ നിന്ന് വേർപെട്ടിട്ടുള്ള ഒരു മോളുടെ ഫീലിങ്, അമ്മ എന്നെ വാരി കൊണരാൻ വരുന്ന പോലത്തെ ഒരു ഫീലിംഗ് എനിക്ക് ഭഗവാനിൽ തോന്നിയത്. എനിക്ക് എന്റെ അമ്മേനെ കിട്ടിയ ആ സന്തോഷം പോലെയാണ് എനിക്ക് അന്ന് തോന്നിയത്. അപ്പോൾ ഭഗവാൻ എന്റെ തലയിൽ കൈവച്ച് പിന്നെ അവര് പറഞ്ഞു, മോളെ, വിഭൂതിയുണ്ട് തലയിൽ. അതായിരുന്നു എന്റെ ഫസ്റ്റ് ദർശനം. അപൂർവം തന്നെ. അതിനുശേഷം ചേച്ചി പിറ്റേ ദിവസമായി അപൂർവമായ ദർശനം. പിന്നെ ആ ദർശനം എനിക്ക് സ്വാമി തന്നിട്ടില്ല. ആ ദർശനം തന്നെയാണ് ഞാൻ എപ്പോഴും മെഡിറ്റേഷനിലൊക്കെ വിചാരിക്കുക മനസ്സുകൊണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ പിന്നെ ഇതേപോലെ തന്നെ ഓംകാര റൂമിലേക്ക് പോയി. അപ്പൊ നമ്മള് ഷിർദി സായിന്റെ സ്റ്റാച്യു ഉണ്ടല്ലോ, മാർബിളിന്റെ, ആ മാർബിൾ സ്റ്റാച്യുവിന്റെ 2 കണ്ണൊന്നും എന്റെ നേരെ ടോർച്ച് അടിക്കുന്ന പോലത്തെ വെളിച്ചം.
ശരിക്കും ടോർച്ച് അടിക്കുന്ന പോലെ തന്നെ. പക്ഷെ ടോർച്ച് അടിക്കുമ്പോൾ നമുക്ക് കണ്ണ് നോക്കാൻ പറ്റില്ലല്ലോ. ഈ വെളിച്ചത്തിന് എനിക്ക് ശരിക്കും നോക്കാം. ഞാൻ ആ സ്റ്റാച്യുവിന്റെ നേരെ മുന്നിലായിരിക്കുന്ന എന്റെ നേരെ 2 കണ്ണെന്നും ഓങ്കാര സുപ്രഭാതോ എല്ലാം കഴിയുന്നത് വരെ ആ വെളിച്ചം ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞ് എനിക്ക് ഭയങ്കര സന്തോഷമായി. ദർശനത്തിന് പോയി. പിറ്റേ ദിവസം പിന്നെ ദർശൻ ലൈനിൽ ഇരിക്കുമ്പോ സ്വാമിയുണ്ട് മുട്ടായി ചാടി കൊടുക്കുന്ന എല്ലാവർക്കും. അപ്പൊ ഞാനും കൈ നീട്ടി ചോദിച്ചു. നേരപ്പാട് എന്നോട് പറഞ്ഞു, ബംഗാരു ബച്ചോം കേലിയേ ബച്ചോം കേലിയേന്ന്. അപ്പൊ എനിക്ക് തോന്നി കുട്ടിയേക്കാന്ന്. അപ്പൊ സ്വാമി എന്നോടൊന്ന് സംസാരിച്ചതായിട്ട് തോന്നി, പറഞ്ഞു സ്വാമി. അതൊക്കെ കഴിഞ്ഞു ഭയങ്കര സന്തോഷായി. പിറ്റേ ദിവസം ഞാൻ വിചാരിച്ചു, അന്ന് എന്റെ ജിജ്ഞാസുവിന്റെ സ്റ്റേജാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഷിർദി സായിന്റെ കണ്ണിന്ന് ടോർച്ച് അടിച്ചില്ല, നാളെ ഞാൻ പോയി നോക്കട്ടെ. പിറ്റേ ദിവസം ഞാൻ പോയി നോക്കി രാവിലെ ഓങ്കാരത്തിന്. പക്ഷെ പിറ്റേ ദിവസം ആ ടോർച്ച് അടിച്ചിട്ടില്ല, സാധാരണ പോലെയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു തിരിച്ച് വീട്ടിലേക്ക് എത്തി. ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ടും ഭയങ്കര പിന്നെ എനിക്ക് ഭഗവാൻ അല്ലാണ്ട് മറ്റൊന്നുമില്ല. എല്ലാം ഭഗവാനായിട്ട് ആ നിമിഷം തന്നെ ആ ഫസ്റ്റ് ദർശനിൽ തന്നെ മാറിയിരുന്നു. ഫസ്റ്റ് ദർശനല്ല, സെക്കൻഡ് ഡേ. പിന്നെ അതിന് ശേഷം ഞാൻ തിരിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോ വീട്ടിൽ നിന്ന് രാവിലെ മാഷക്ക് ഭക്ഷണം കൊടുത്ത് ഞാൻ രാവിലെ കോലായി തുടക്കുകയാണ്. മോപ്പോണ്ട് കോലായി തുടക്കുന്ന സമയത്ത് ഒരാള് ഫുൾ ഗൗണ്, വൈറ്റ് ഗൗണ്, മുടിയാണെങ്കിൽ സ്ട്രെയിറ്റ് ഹെയർ, ഈ ഗൗണ് നിലത്തൂട്ടെ അഴയാണ്. വളരെ സ്ലോയിലാണ് അയാൾ നടന്നു വരുന്നത്. നടയുന്നു നേരെ മുറ്റത്തേക്ക്. എനക്കെന്തോ ഉള്ളിലൊരു പേടിയും, ഇതാരാ ഇങ്ങനെ നടന്നു വരുന്നു എന്നുള്ള ഒരു ബോധവും. ഞാൻ ആരോടും പറയുന്നില്ല. ഞാൻ കോലായിലുള്ള മാഷ് ഡൈനിങ് റൂമിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഞാൻ ഇയാള് മുറ്റത്ത് വരെ വന്ന് നിന്ന് എന്നെ ഒന്ന് നോക്കി. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളെയാളല്ലാന്ന്. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്റെ വീട്ടിന്റെ ചുറ്റും മുസ്ലിംസ് ആണ്. മുസ്ലിംസിന്റെ വീട്ടിൽ ഈ വേറെ അവരെ പോലത്തെ ആൾക്കാർ പൈസക്കൊക്കെ വരും. അപ്പൊ അവരെ വീട്ടിലാണ് പോവുക. അപ്പൊ നമ്മുടെ അടുത്തല്ല വരിക. അതാ ഞാൻ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞ നിങ്ങളെയാളല്ലാന്ന്. അപ്പൊ അതേപോലെ തന്നെ ഈ രൂപം തിരിഞ്ഞു നടന്നുപോയി. തിരിഞ്ഞു നടക്കുമ്പോ ഞാൻ നിന്ന് നോക്കി കുറെ നേരം. ഗൗണിങ്ങനെ എഴയാണ്. അപ്പൊ പിന്നെ എനിക്ക് അപ്പാട് ഉടനെ തന്നെ അകത്ത് വന്ന് മാഷോട് പറഞ്ഞേ, മാഷ ഇങ്ങനെ ഒരാള് വന്നിന്, എന്നിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞിന്, അതിതാ നിങ്ങളൊന്ന് നോക്കിയാട്ടെ അത് എവിടത്തേക്കാ പോയെന്ന്. മാഷ് ഇങ്ങനെ പറയുന്നെന്ന് പറഞ്ഞിട്ട് പിന്നെ മാഷ് ചെന്ന് നോക്കി. മാഷ് പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരാളെയും കാണുന്നില്ല എന്ന് പറഞ്ഞു. എന്നാ ശരി പോട്ടെ എന്ന് പറയും. അന്ന് വൈകുന്നേരം മാഷ് എനക്കൊരു കാസറ്റ് കൊണ്ട തന്നു, സ്വാമീന്റെ ഒരു കാസറ്റ്. മാഷ് പുറത്തേക്ക് പോയി, ഞാൻ കാസറ്റ് കാണുകയാണ്. കാസറ്റില് ഞാൻ കാണുന്നത് ഭഗവാൻ ബദരിയിൽ പോയിട്ടുള്ള ആ കാസറ്റാണത്. ആ കാസറ്റിൽ ഞാൻ ഈ കണ്ട ഈ വ്യക്തി ഈ രൂപമാണുള്ളത്. വൈറ്റ് ഡ്രസ്സിൽ, സ്ട്രെയിറ്റ് മുടി, ഡ്രസ്സിങ്ങനെ ഇഴഞ്ഞ് നീങ്ങുകയാണ്. ഭഗവാൻ അവിടെയുള്ളവർക്ക് ദർശനം കൊടുക്കുക. പിന്നെ എനക്ക് വന്ന സങ്കടത്തിനൊന്നും അതിരുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ല നിങ്ങളെ ആളല്ലാന്ന്. ആ ഒരു സങ്കടം, ഭയങ്കര സങ്കടം. പിന്നെ പിന്നെ മാഷ് വന്നപ്പോ പറഞ്ഞു, അത് സ്വാമി എന്നെ കാണിച്ചു തന്നതായിരിക്കും, അതിന് സങ്കടപ്പെടുകയൊന്നും വേണ്ട, അതങ്ങനെ പറഞ്ഞുകൊണ്ട് സാരമില്ല എന്നല്ല പറഞ്ഞ് അങ്ങനെ നിന്ന്. അതിന് ശേഷം പിന്നെ സമിതിയായിട്ട് ബന്ധപ്പെട്ട് എല്ലാ സമിതിയിലുള്ള എല്ലാ ആക്ടിവിറ്റീസിനും പോവും. തേഴ്സ്ഡേയും സൺഡേയും എല്ലാം പോവും. പിന്നെ ഞാനൊരു ബാലവികാസ് ഗുരുവായി മാറി, ഒരു സേവാദളായി മാറി, ഡിസ്ട്രിക്റ്റിന്റെ ചാർജ്, സ്റ്റേറ്റിന്റെ ചാർജ്, അങ്ങനെ പോയി ഓരോ ആവശ്യത്തിനും. പിന്നെ എന്താ ഓണം, വിഷു, പിന്നെ ബർത്ത്ഡേ, എല്ലാ കാര്യങ്ങൾക്കും പുട്ടപർത്തിയില് ഒരു സ്ഥിരം സന്ദർശകയായി മാറാനുള്ള ഭാഗ്യം ഭഗവാൻ അവസാന നിമിഷം വരെ എനിക്ക്, ഭഗവാൻ പോന്ന ആ സമയം വരെ സ്വാമി എനിക്ക് അനുവദിച്ചു. ചേച്ചി സമയം അതിക്രമിച്ചോ? ഇല്ല, ആ അനുഭവം പറയൂ. അവസാനത്തെ ഭഗവാൻ പൂർണ്ണേന്ദ്ര ഹാൾ ഒരു ദർശനം തന്നില്ലേ എല്ലാവർക്കും? അപ്പൊ നിങ്ങൾക്കൊക്കെ ആർജിയെടുക്കാനൊക്കെ പറ്റിയില്ലേ? അതിലടക്കം ഒരു കാര്യം കൂടെ പറയാം. ഞാൻ എങ്ങനെയാ സേവതകളായി വന്നതെന്ന്. അപ്പൊ അതിനുശേഷം എനിക്ക് ഭഗവാന്റെ സേവ പുട്ടപർത്തിയിൽ പിന്നെയും പോയപ്പോൾ അവരെല്ലാം ആൾക്കാർ സേവദർശൊക്കെ ചെയ്യുന്നത് കാണുന്നുണ്ടല്ലോ.
അപ്പൊ എനിക്കൊരു സേവോദരളാവണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ സമിതിയിൽ നിന്ന് ഞങ്ങള് ഓണത്തിന് പോയ പിറ്റേ ജനുവരിയോ ജൂലൈയോ ഏതോന്നാണ് ഞാൻ ഓർക്കുന്നില്ല, അതിന്റെ സേവാദൾസിന്റെ ഒരു നമുക്ക് ബ്രീഫിംഗ് ക്യാമ്പ് ഉണ്ടാവുമല്ലോ, ബ്രീഫിംഗ് ക്യാമ്പിന് പിന്നെ ശ്രീശൈലത്തായിരുന്നു, ഉണ്ണിയേട്ടനായിരുന്നു സ്പീച്ച് ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മളോട് കൺവീനിയർ പറഞ്ഞു, നിങ്ങൾ പോയാലും പോയിട്ടില്ലെങ്കിലും അതിന് ഈ ക്യാമ്പിനൊന്ന് അറ്റൻഡ് ചെയ്യണം പോയിട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും മാഷും കൂടെ പോയി ഇത് ക്യാമ്പ് അറ്റൻഡ് ചെയ്ത് വരുന്നേരം ഞാൻ മാഷെടുത്ത് പറഞ്ഞു, മാഷെ എനക്കും പോണമെന്ന്. മാഷ എന്നെ കുറെ ചീത്ത പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇനി ഓണം വിഷു ഞാൻ കൊണ്ടുപോവാ, മറ്റല്ലാണ്ട് ഉള്ള സമയം മുഴുവൻ പോയി കഴിഞ്ഞാൽ അത് ശരിയാവൂല എന്നെല്ലാം പറഞ്ഞ് കുറെ ചീത്ത പറഞ്ഞു. ഞാൻ ശ്രീശൈലത്തുനിന്ന് വീട് വരെ കരഞ്ഞോണ്ട് വന്ന്. അപ്പൊ വീട്ടിലെത്തി കഴിഞ്ഞപ്പോ മാഷ് പാവം തോന്നിച്ചാ തോന്നുന്നു എന്നോട് പറഞ്ഞു ശരി പോവുകന്ന്. അങ്ങനെ അങ്ങനെ അന്ന് മുതൽ സേവാദൾ ഡ്യൂട്ടിയിലേക്ക് എൻ്റർ ചെയ്താണ്. പക്ഷെ അതിനുശേഷം മാഷ് ഡ്യൂട്ടിക്ക് വന്നു. ആ ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷം എന്നേക്കാൾ വലിയൊരു ഭക്തനാക്കി സ്വാമി മാഷെ മാറ്റി. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ അനുഗ്രഹമായി. എല്ലാ സർവീസിനും എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ ഒപ്പം തന്നെ മാഷ് ഉണ്ടായിരുന്നു. മാഷ് പോകുന്നത് വരെയും മാഷ് ഉണ്ടായിരുന്നു, എല്ലാവർക്കും അറിയാം. പിന്നെ അതിനെ കുറിച്ച് ഞാൻ പറയണമെന്നില്ലല്ലോ. ഭഗവാന്റെ ഡ്യൂട്ടി ചെയ്യുക എന്നുള്ളത് അത്രയും മഹത്തായ ഒരു കർമ്മമാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ഡ്യൂട്ടിക്കും എന്ത് ഒരു വിഷമം എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാനൊരു അധ്യാപികയാണ്, പക്ഷേ എനിക്ക് ഞാൻ ഡ്യൂട്ടിക്ക് വേണ്ടി മാത്രമാണ് കാഷ്വൽ ലീവ് മാറ്റിവെക്കുക, 2 ഡ്യൂട്ടിക്ക് വേണ്ടി മാത്രം. ബാക്കി പോകുന്നതൊക്കെ കമ്മ്യൂട്ടഡ് ലീവ് എടുത്തിട്ടും പിന്നെ ഞങ്ങൾക്ക് ഓണം ലീവ്, ക്രിസ്മസ് ലീവ്, സമ്മർ വെക്കേഷൻ ഇതൊക്കെ ഉണ്ടാവുമല്ലോ. ആ എല്ലാ സമയത്തും ഭഗവാൻ അവിടെ എത്താനുള്ള ഭഗവാൻ വിളിച്ചു. ആ സമയങ്ങളിലൊക്കെ വിളിക്കാൻ സ്വാമി എന്നെ അവിടെ എത്തിക്കാറുണ്ട്. എങ്ങനെയായാലും എത്തിക്കും, ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ അവസാന നിമിഷം വരെ. പിന്നെ സമയം അതിക്രമിച്ചുകൊണ്ടാണ് തോന്നുന്നു. എനിക്ക് അവസാനത്തെ കാര്യം ഞാൻ പറയാ, സ്വാമി ഒരുപാട് കാലങ്ങളായിട്ട് നമുക്ക് പാദനമസ്കാരം നിർത്തിയ സമയമായിരുന്നു. ലാസ്റ്റില് 2011 പിന്നെ നമ്മളോട് റൂമിൽ വന്നിട്ട് ആരാന്ന് എനിക്കോ ഞാൻ ഓർക്കുന്നില്ല, സ്വാമി നമ്മളെ പൂർണ്ണയന്ത്രയിൽ വിളിക്കുന്നുണ്ട് എല്ലാരെയും, സ്വാമി വരും പൂർണ്ണയന്ത്രയിൽ എന്ന് പറഞ്ഞു. പക്ഷെ അത് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളില് എനിക്കൊരു തോന്നല് സ്വാമി നേരിട്ട് അടുത്ത് വിളിക്കും എന്നുള്ളത്. അതിന് മുന്നേ സ്വാമിന്റെ അടുത്ത് നമ്മൾക്ക് ഇന്റർവ്യൂ ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അന്ന് എനിക്കൊരു തോന്നല് സ്വാമി അടുത്ത് വിളിക്കും തന്നെ തോന്നുന്നുണ്ട് ഉള്ളില്. പക്ഷെ ഞാൻ പറഞ്ഞില്ല ആരോടങ്ങ് പറഞ്ഞിട്ട് സ്വാമി വിളിച്ചിട്ടില്ലെങ്കിൽ മാഷെല്ലാം കൂടി എന്നെ തമാശയാക്കി കൊല്ലും. അതുകൊണ്ട് ഞാൻ ആരോടൊന്നും പറഞ്ഞില്ല. പറയാണ്ട് സ്വാമി അവിടെ എത്തി. സ്വാമി വന്നു, സ്വാമി വിളിച്ചു. എന്നിട്ടും എനിക്ക് പോകാൻ പേടി. ഉണ്ണിയേട്ടനും 3 മാഷൊക്കെ പറയുന്നുണ്ട് പോകാൻ വേണ്ടി, പക്ഷെ പേടി. ഞാൻ പോയില്ല. എന്താന്ന് വെച്ചാൽ നമ്മള് ഒരു സ്റ്റേറ്റിന്റെ ഭാരവാഹികളാകുമ്പോ സ്വാമി എന്നെയല്ല വിളിച്ചത്, എങ്ങനെ പോയി കഴിഞ്ഞാൽ കുറ്റല്ലേ, അതുകൊണ്ട് പേടിച്ചിട്ട് പോയില്ല. അപ്പോൾ പിന്നെ ഗംഗേച്ചിനെ വിളിച്ച്, ഗംഗേച്ചി പോയപ്പോ ധൈര്യം കിട്ടി. രണ്ടാമത് ഗംഗേച്ചിന് തിരിച്ചു വന്നു കഴിഞ്ഞ ശേഷം രണ്ടാമത് എന്നെ വിളിച്ചപ്പോ ഞാൻ പോയി. അപ്പൊ സ്വാമി എന്നോട് സംസാരിക്കുകയെല്ലാം ചെയ്തു. എൻ്റെ പേരൊക്കെ 2-3 പ്രാവശ്യം വിളിച്ചു. എന്നിട്ട് സ്വാമി എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ സ്വാമി എന്നോട് പറഞ്ഞു വിഭൂതി കൊടുക്കാൻ എല്ലാവർക്കും വേണ്ടിയിട്ട്. ഞാൻ വിഭൂതി എടുത്ത് കൊടുത്തോണ്ടിരിക്കുമ്പോ തന്നെ ഞാൻ സ്വാമീനെ നോക്കുന്നുണ്ട്. അപ്പൊ സ്വാമി കാണിച്ചു, സ്വാമീനെ തൊട്ടിട്ട് ഇങ്ങനെ ബാക്കോട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു സ്വാമി പ്രശാന്തിയിലേക്ക് പോവുകയാണ്. എന്നെ കാണിച്ചിട്ട് പറഞ്ഞു ഇവിടെ തന്നെ നിൽക്കുക എന്നുള്ളത്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നോട് ഇത് കൊടുക്കാനാ പറയുന്നത്, സ്വാമി പ്രശാന്തിയിലോട്ട് പോവുകയെന്ന്, ദർശനം അവിടെയുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയെന്ന് ഞാൻ മനസ്സിലാക്കിയെന്ന്. പക്ഷേ ഏപ്രിൽ 24-ാം തീയതിയാണ് സ്വാമി കാണിച്ചത് എന്താണെന്ന് എനിക്ക് ബോധ്യമായത്. സ്വാമി പോയി. പിന്നെയും 11 കഴിഞ്ഞ് 25 വരെ ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട്. ഭഗവാന്റെ ആ പാദങ്ങളിൽ അലിയണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ. സായിരാം. നിർത്തട്ടെ ചേച്ചി. സൈറാം ജോസ്ന. സൈറാം. നീ ഭഗവാന്റെ ഇത് വരും. പക്ഷെ കറണ്ട് പോയി. అన్నింటినీ తనదిగా భావించొచ్చును, కానీ
దేని ఎందును అభిమానం అధికంగా పెంచుకోరాదు. One can consider everything has one's own, but one should not have attachment for them. పసల కాపరి ఉంటాడు. There is a కౌబాయ్. there is a cowboy. గ్రామంలో ఉన్నటువంటి యొక్క పశువులన్నీ తోలుకొని పోయి పచ్చిక బయళ్ళ లోపల దానిని సమృద్ధిగా మేపుకొని తిరిగి గ్రామానికి తెచ్చి ఎవరెవరి ఇంటికి వారికి వదులుతుంటాడు. He takes cattle from the village, collecting from everyone, and takes them to a nearby grazing కానీ place. ఈ పసలి కాపరి యొక్క భావాన్ని ప్రతి మానవుడు కూడాను అనుసరిస్తే ఎంతైనా ధన్యత పొందుతాడు. If everyone can follow the feelings and the lines and the experience of this పచ్చిక cowboy, బయళ్లలో దానిని తోలినప్పుడు నా ఆవు ఈనింది, నా దూడకు దెబ్బ తగిలింది అని నా ఆవు నా దూడ అనేటువంటి ఒక అభిమానం చేత దానిని పోషిస్తున్నాడు. when he takes them for grazing, he considers every small calf and every incident as his own కానీ and అతనికి takes care of తెలుసు ఇది them. నాది కాదు అని తెలుసు. He knows fully well that they do not తనది belong to him. కానప్పటికీ తనదిగా భావించి దానిని పోషిస్తూ ఉన్నాడు. Although it is not his, he takes care of that as if it అదే is his own. విధంగానే ఈ జగత్తునందున్నటువంటి సమస్త పదార్థములు నీవి కానప్పటికీ నీవిగా భావించి దాని యొక్క పోషణ నీవు చేయటానికి తగిన కృషి In చేర్పాలి. the same way, you must make efforts to take care of everything in the world as పోషణ your own. చేయనక్కరలేదు, దాని పోషణకు అడ్డు తిరగకుండా పోతే అదే చాలు, అదే పోషణ. You need not take care of them, but you should not go in the way of their well-being. That is good enough. സൈരം ശോഭാഭരതനുണ്ടോ? ആ ഉണ്ട് മാഡം. പാടിക്കോളൂ. രണ്ട് തവണ പാടിക്കോളൂ. രണ്ട് കാലത്തിലും പാടണേ. രണ്ട് എന്താ മാഡം? രണ്ട് കാലത്തിലും പാടണം. പാടിക്കോളൂ. സൈറാം. വീഡിയോ ഓൺ ചെയ്യൂ ശോഭ, വീഡിയോ ഓൺ ചെയ്യൂ. എന്റെ വീഡിയോ ശരിയില്ലാന്ന് തോന്നുന്നു ആന്റി. ശരിയില്ല വീഡിയോ. ഞാൻ പാടാ. ഓൺ ചെയ്യാൻ പറ്റുമെങ്കിൽ ഓൺ ചെയ്യും. ഇല്ല ആവുന്നില്ല ആന്റി. പ്രശാന്തി നിലയ സായി രാമ, പ്രശാന്തി നിലയ സായി രാമ, ప్రేమ స్వరూప రామ, ప్రేమ స్వరూప రామ, ప్రశాంతి నిలయ సాయి రామ, ఈశ్వరాంబనందన రాజీవలోచన, ఈశ్వరాంబనందన రాజీవలోచన, కలియుగావతారా రామా, కలియుగావతారా రామా, సాయి రామా, రామా, సాయి రామా, రామా, సాయి రామా, రామా, సాయి రామా, ప్రశాంతి నిలయ సాయి రామా, ప్రేమ స్వరూప రామా, ప్రశాంతి నిలయ సాయి రామా, ఈశ్వరాంబనందన రాజీవలోచన, కలియుగావతారా రామా, కలియుగ అవతారా రామా, సాయి రామా, రామా, సాయి రామా, రామా, సాయి రామా, రామా, సాయి రామా, ప్రశాంతి నిలయ సాయి రామా.
സായിരാം സ്വാമി. ഓം ശ്രീ സായിരാം. സായി ഉപമ. ഭൂമിയിൽ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന സമയം വെറുതെ പാഴാക്കാതിരിക്കുക. സമയം ബുദ്ധിശൂന്യവും അർത്ഥരഹിതവുമായ ആകർഷണങ്ങൾക്ക് വേണ്ടി പാഴാക്കരുത്. ആ വക ആകർഷണങ്ങൾ നിങ്ങളെ എപ്പോഴും വീടിന് പുറത്ത് കറങ്ങി നടക്കാൻ പ്രേരിപ്പിക്കുന്നു. നിങ്ങളുടെ ഭവനത്തിലെ അകത്തളങ്ങളിലെ ശാന്തതയിലേക്കും സൗഖ്യത്തിലേക്കും നിങ്ങൾ എപ്പോഴാണ് മടങ്ങുക? ഇടയ്ക്കിടയ്ക്ക് ഏകാന്തതയിലോ നിശബ്ദതയിലോ മടങ്ങണം. അതിൽ നിന്ന് ലഭിക്കുന്ന ആനന്ദം അനുഭവിക്കുക. ഒരു ഫലം പാകമായി പഴുക്കുമ്പോൾ അത് സ്വയം വൃക്ഷത്തിൽ നിന്നും താഴെ വീഴുന്നു. അതുപോലെ വൈരാഗ്യം നിങ്ങളുടെ ഹൃദയത്തെ തരളമാക്കുമ്പോൾ നിങ്ങൾക്ക് ലോകവുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് ഈശ്വരന്റെ മടിയിലേക്ക് പതിക്കുവാനായി സാധിക്കുന്നു. ജയ സായിരാം. ലക്ഷ്മണ മാഷുണ്ടോ? അതിന്റെ കറണ്ട് ഇത് പറഞ്ഞോളൂ. പറയാം. സായിരാം. ജോസ്ന ടീച്ചർക്കും കുറെ അനുഭവങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഇനിയും കുറെ അനുഭവം ഉണ്ടെന്ന് അറിയാം. അത് വേറൊരു നമ്മളെ പുതിയ പരിപാടി തുടങ്ങുമ്പോൾ ആക്കാം. ഈ എല്ലാം വളരെ ഭംഗിയായി, ഭരതമാഷ ഭാര്യ ശോഭയുടെ ഭജനവും വളരെ ഭംഗിയായി. എല്ലാവരുടെയും കുടുംബങ്ങൾക്ക് ഐശ്വര്യവും ക്ഷേമവും ഭഗവാൻ ഈ 100-ാം പിറന്നാളിലും അനുഗ്രഹം നല്ലവണ്ണം വർഷിക്കട്ടെ. അതുപോലെ തന്നെ ശ്രോതാക്കളായിട്ട് എത്തിയവർക്ക് എല്ലാവർക്കും ഭഗവാന്റെ അപാര കൃപയുണ്ടാവട്ടെ. ഞാനും 100-ാം പിറന്നാളിൽ പങ്കെടുക്കാൻ പുട്ടപർത്തിയിലാണുള്ളത്. എല്ലാവർക്കും ഭഗവാന്റെ നല്ലവണ്ണമുള്ള അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. 2 എപ്പിസോഡ് ഇനിയുള്ളൂ. പിന്നെ രണ്ടാമതും നമുക്ക് എന്തെല്ലോ ചെയ്യാമെന്ന് സതീശൻ മാഷ് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് അഹോരാത്രം പ്രവർത്തിച്ച വത്സല മേഡത്തിന് എത്രയും പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര കാര്യങ്ങളാണ് അവർ ചെയ്തിട്ടുള്ളത്. അപ്പൊ അവർക്ക് ഭഗവാന്റെ കൃപയും അനുഗ്രഹവും ധാരാളം ഉണ്ടാവട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. ജയ് സായിരാം. ഇനി ശാന്തി മന്ത്രം. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.